ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിമുളക് ഇട്ടത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടാവാനായിട്ട് വെച്ചു. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണേ. ഓക്കെ, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു പച്ചമണം മാറട്ടെ. നമുക്കൊരു തക്കാളി പേസ്റ്റ് അരയ്ക്കാൻ വേണ്ടി അരച്ച് വയ്ക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മതി. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാത്തിൻ്റെ ഒരു പച്ച മണം മാറണവരെ ഒന്ന് ഇളക്കാം. നമ്മൾ ഉലുവ പൊടിച്ചത് ചേർത്തു കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ മുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളകാണ് ചേർത്തത് കേട്ടോ. നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മത്തി മീൻ ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ഓക്കെ, ഇനി തിളച്ച് വരട്ടെ. നമ്മുടെ മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ മത്തി മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ